ചാവൂരിന്റെ സ്ഥലത്താ പോയേക്ക്. എന്താ അയ്യോ അയ്യോ, ഈ പരിശോധന കഴിയുമ്പോഴേക്ക് ചാവക്കൂരിലേക്ക് കയറി കിടന്നേച്ചാ മതി. ഇവിടെ വേദനയുണ്ടോ? ഇതുവരെ ഇല്ലായിരുന്നു, ഇപ്പൊ തുടങ്ങി. അയ്യോ 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 വീട് കൈയും കാലൊക്കെ പൊളിക്കും. കൈ കാലൊന്നും പൊളിഞ്ഞില്ല സാർ. ഒരാഴ്ച ഇവിടെ കിടക്കേണ്ടി വരും. ആഹാരം ഒന്നും കഴിക്കാൻ പാടില്ലേ? ബാർലി വെള്ളം മാത്രം കുടിച്ചാൽ മതി. ബാർലി വെള്ളം മാത്രം? വാ വാ. മുറിയിലുണ്ടോ അമ്മേ? ഉണ്ട്. ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ. എന്താ രാജി? വെറുതെ ഒന്ന് കാണാമെന്ന് കരുതി. ഇരിക്കൂ. വേണ്ട. വിനോദ് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി സുന്ദരിയാണോ? എനിക്കിഷ്ടപ്പെട്ടു. ആ കുട്ടിയുടെ പേരെന്താ? ബിന്ദു. നല്ല പേര്. അവളെ ബട്ടർഫ്ലൈ എന്ന് വിളിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അതെന്താ? അവൾക്ക് എന്നെക്കാൾ ഇഷ്ടം ബട്ടർഫ്ലൈസിനോടാണ്. അങ്കിൾ, വിനോദ് വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടിക്ക് വിനോദിനേക്കാൾ ഇഷ്ടം ബട്ടർഫ്ലൈസിനോടാണെന്ന്. വല്ലാത്ത വേദനയുണ്ടോ? സഹിക്കാൻ വയ്യേ. അല്ല, ഈ ഊണ് കൊണ്ടുവച്ചിട്ട് എന്താ ഉണ്ടാക്കുന്നത്? എന്റെ അനുജം വരും, വന്നിട്ടുള്ള. അതുള്ള ഞാനെടുത്തുന്ന പോരെ. ഇതപ്പം എന്തിനാ അനിയനായിട്ടൊക്കെ വരുന്നു? എന്റെ അമ്മ. അയ്യോ, ഉരുളിക്കിഴങ്ങാണ്. തർക്കമില്ല കേട്ടോ, രസമുണ്ട്. അമ്മേ, തൊണ്ട കേട്ടു അല്ലേ? എനിക്ക് വേണ്ട. എന്താ? കാലിന്റെ എല്ല് പൊട്ടിയതാ, എല്ല് തിന്നണ്ടേ? ഇറച്ചിയാ? എനിക്ക് വേണ്ട, താൻ കഴിച്ചോ. എനിക്ക് ഹസ്ബൻഡ് കേട്ടാ. നല്ല രുചിയുണ്ട് കേട്ടോ. ഇതേ നല്ല നല്ല രുചിയുണ്ട്. ഒരു ഉപകാരം ചെയ്യോ? 1000 ഉപകാരം ചെയ്യാം. എന്റെ ഈ കാലം കഴിച്ച്
കിടക്കയിൽ വെക്കണം. അത് ഞാൻ അമ്മേ കാല് പിടിച്ചോളണേ, പതുക്കെ നോക്കാതെ കിടക്കയിൽ വെക്കണം. അത് പിന്നെ അയ്യോ എങ്ങനെയുണ്ട് നീലാംബര? അല്ല നാദര, നമ്മൾ ആശുപത്രിയിൽ ചികിത്സക്ക് കഴിയുമ്പോ നമ്മളെ കൈകൊണ്ട് ഒരു അബദ്ധം പറ്റി രോഗി മരിച്ചുപോയാ നമ്മൾ തൂക്കിക്കൊല്ലോ. രോഗിയുടെ സ്വന്തക്കാരെ തല്ലിക്കൊല്ലും. അതെ, നിനക്ക് ഹാർട്ടാണോ പ്രഷറാണോ? എനിക്കൊന്നും അറിഞ്ഞൂടാ. ബാർലിയുള്ള ബാർലിയുള്ള മാത്രം കുടിച്ചാൽ മതി ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. എന്നാ നിനക്ക് ഹാർട്ടും പ്രഷറും കൂടിയാ. ഹാർട്ട് വന്നാലും മനുഷ്യനെ തിരിച്ചു കിട്ടത്തില്ല, പിന്നെ പ്രഷറും കൂടെ വന്നാ പറയാനുണ്ടോ? നീ പോക്കാ. ഞാൻ പറയുന്നത് ഈ ഡോക്ടർമാര് പറയുന്ന ഒന്നും നീ കേക്കണ്ട. നീ സമാധാനത്തോടുകൂടി വല്ലതും വയറു നിറച്ച് വലിച്ചു വാരിക്കുന്ന സന്തോഷത്തോടു കൂടി കിടന്ന് ചത്തോ. ആശുപത്രിയിൽ കയറി രോഗികളെ ഭയപ്പെടുത്തുകയാണല്ലേ? അല്ല, അത് ഞാൻ ഈ നീലാംബരന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. വേണ്ട വേണ്ട, മനസ്സിലാക്കണ്ട, ഇറങ്ങിപ്പോകും. പോകും. ഇയാൾക്ക് എന്ത് പറ്റി? അത് അയാൾ മരിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് പുറപ്പെടുത്ത് മൂടിയിട്ട് അയാളെ ചത്തു. അയ്യോ അമ്മേ. ആരാണ് നിങ്ങളുടെ കാലയച്ചു വിട്ടത്? അടുത്ത ബെഡിൽ കിടക്കുന്ന ആളാ. അമ്മയുടെ അടുത്ത് പോകണമെന്ന് തോന്നുമ്പോൾ വിനോദിനോട് പറഞ്ഞാൽ മതി. വിനോദ് നല്ല ആളാണ്, സ്നേഹമുള്ള ആളാണ്. ഞാൻ പോട്ടെ. ബിന്ദുവിന് ഇഷ്ടപ്പെട്ടു. അവളെന്റെ അനിയത്തിയാണ്. ബിന്ദു, എനിക്ക് ബിന്ദുമോളുടെ കാര്യം ഓർത്തിട്ട് എന്തോ ഒരു വല്ലാതെ. കൊച്ചുമൊന്ന് പേടിക്കാതിരിക്കണം. എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ? ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ബിന്ദുമോളുടെ കാര്യത്തിൽ ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. ഇനി ഒട്ടും ഉണ്ടാകാനും പോകുന്നില്ല. കൊച്ചും മടന്ന് ഉറങ്ങണം. മതി. എന്നാലും ശാരദാമ്മേ, നമ്മുടെ മോൻ രാജുവോട് ഈ കടുങ്കൈ ചെയ്യേണ്ടിയില്ലായിരുന്നു. അതിനവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ അവളോട് അങ്ങനെ ഒരു അടുപ്പം തോന്നിയില്ല. അവനവളെ പറഞ്ഞു പറ്റിച്ചൊന്നും അല്ലല്ലോ. എന്നാലും ബിന്ദു നല്ല പെണ്ണാണ്. നമ്മുടെ മോന്റെ ഭാര്യയല്ലേ. നിങ്ങൾ അവളെ വെറുക്കരുത്.
നമ്മുടെ മോളെ പോലെ സ്നേഹിക്കണം. ഇല്ലെങ്കിൽ ഈശ്വരൻ പോലും ക്ഷമിക്കുകയില്ല. എല്ലാം വിധിയായിരിക്കാം. ഞാനെന്ത് അങ്ങനെ കരുതിയാ മതി. എനിക്ക് പേടി തോന്നുന്നു. എന്റെ മനസ്സിൽ എന്തൊക്കെയോ പേടി. അത് കൊള്ളാം. ഇത് ബിന്ദുവിന്റെ വീടല്ലേ? എന്തിനാ പേടിക്കുന്നത്? ഇവിടെ ഞാൻ കൂടിയില്ലേ? പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ടായിരിക്കും. ഉറക്കം വരുന്നില്ലേ? ഇല്ല. എന്നാൽ നമുക്ക് പോയി ബട്ടർഫ്ലൈസിനെ പിടിക്കാം. എഴുന്നേൽക്കുന്നേ, എഴുന്നേൽക്ക്. ചായ കൊണ്ടു വച്ചിരിക്കുന്നത്. അമ്മ വിളിക്കുന്നു, നീ അങ്ങോട്ടില്ലേ? അച്ഛൻ ഹാളിലുണ്ട്. മോളെ ചായ കൊണ്ട് കൊടുക്ക. ആ നിക്ക് മോളെ, അമ്മ ഒരു ഗുളിക തന്നേക്കേ. ഇതോടെ കൊടുത്തേക്ക്. ചായ അമ്മ തന്നേച്ചതാണ്. അവിടെ വെച്ചേക്കു, ഞാൻ പിന്നെ കുടിച്ചോളാം. അതങ്ങോട്ട് വാങ്ങി കുടിച്ചാട്ടെ, തണുത്തു പോകും. കൊള്ളാമല്ല ബിന്ദു, നീ എന്റെ ജോലി കുറച്ചു. ബിന്ദു, അങ്കിള് ഒളിച്ചൊളിച്ച് ചുരുട്ടു വലിക്കും. നീ വലിക്കാൻ സമ്മതിക്കരുത് കേട്ടോ. എന്ത് പറഞ്ഞാൽ ഈ മണവാട്ടിക്ക് ചിരിക്കാനേ അറിയൂ. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനാണ് വിമല. ശാരദാമ്മേ, ടെലിഫോണിൽ സംസാരിക്കും. ആരാണെന്ന് സംസാരിക്കുമ്പോഴറിയാം. ഹലോ, ആരാ? ഞാനാണ് വിമല. ഓ, എന്താ വിശേഷം? അവിടെ വിശേഷമല്ലോ ഉണ്ടോ? ഇവിടെയോ? ഇവിടെ എന്താ വിശേഷം? മോളുടെ വിശേഷം അറിയാനാണെങ്കിൽ ഇന്നലെ വിവാഹം കഴിഞ്ഞതല്ലേ ഉള്ളൂ. കുറച്ചു നാളെ കഴിയട്ടെ. അയ്യോ അതല്ല, മോളടുത്തുണ്ടോ? മോളെ കൈ കൊടുക്കട്ടെ. ആ മോളെ, ദാ നിന്റെ അമ്മ വിളിക്കുന്നു.
ഹലോ മോളെ, സുഖം തന്നെയല്ലേ? ആ സുഖം തന്നെ. അമ്മ എപ്പോഴാ വരിക? അമ്മ വരാം മോളെ. വിനോദിനെയും അവിടെ എല്ലാരെയും അമ്മ ചോദിച്ചായി പറയും. ആ പറയാം. മോളോട് സംസാരിക്കാൻ വേണ്ടി അമ്മ വെറുതെ വിളിച്ചതാ. വെക്കട്ടെ. അച്ഛാ, അമ്മ അന്വേഷിച്ചു എന്ന് പറയാൻ പറഞ്ഞു. അവളതെ ഇങ്ങനെ അടുത്ത് പിടിച്ച് നിർത്തിയിട്ട് തലയിൽ തടവിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പോയി അമ്മയെ കാണാൻ പോലെ എന്ന് പറയണം. രാജി, നീ പോകുന്നില്ലേ? ഞാൻ പോകുന്നു. ഇത് മണവാട്ടിൽ നിന്നും കടം വാങ്ങിയതാണോ? എന്ത്? ഈ ചിരി. എന്റെ ചിരി എന്റെ തന്നെയാണ്. മധു ഇത് ഇവിടെ തന്നെയാണോ? അല്ല, എവിടെയെങ്കിലുമൊക്കെ പോയാൽ കൊള്ളാവുന്നുണ്ട്. ശരി, ഞാൻ വരട്ടെ.